എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ പത്രസമ്മേളനം വിളിക്കാൻ കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും CPM-ൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയും CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന റഹീമും മാറി മാറി തിരുവനന്തപുരം നഗരത്തിൽ പണമൊഴുക്കിയും മദ്യമൊഴുക്കിയുമാണ് BJP വോട്ട് നേടുന്നതെന്ന് കള്ള ആരോപണങ്ങൾ നിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ പരാജയപ്പെട്ടതിൻ്റെ സമ്മതമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളായിട്ടാണ് BJP ഇത് കാണുന്നത്. അതിന് മറുപടി കൊടുക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല സംഘടനാ ശക്തിയും BJPയുടെ ജനപിന്തുണയും. അത് പണമൊഴുക്കിയോ മദ്യമൊഴുക്കിയോ BJPക്ക് ജനങ്ങളുടെ പിന്തുണ നേടേണ്ട ആവശ്യമില്ല. 2011 മുതൽ നിയമനിയോജക മണ്ഡലത്തിൽ BJPയുടെ ശക്തി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അന്ന് BJP അധികാരത്തിലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു 2011. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ O രാജഗോപാൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. അന്ന് ശിവൻകുട്ടി ജയിച്ചു. അതിനുശേഷം 2016 ശ്രീ O രാജഗോപാൽ ജയിച്ചു, ശിവൻകുട്ടി പരാജയപ്പെട്ടു. 2021 ശ്രീ കുമ്മനം രാജശേഖരൻ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 2004 നോക്കിയാൽ 2004 തൊട്ട് അന്നത്തെ നേമം നിയോജക മണ്ഡലം, അന്നത്തെ ഈസ്റ്റ് നിയോജക മണ്ഡലം, ഇന്നത്തെ സെൻട്രൽ മണ്ഡലത്തിൽപ്പെട്ട ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ പതിവായിട്ട് BJP ലീഡ് ചെയ്തു വരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. 2001 സംഭവിച്ചിട്ടുണ്ട്, 2014 സംഭവിച്ചിട്ടുണ്ട്, 2019 സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ വോട്ടുകൾക്ക് വ്യത്യസ്തമാണ്. അപ്പം ആകെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് BJPയുടെ ശക്തി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നേമ നിയോജക മണ്ഡലത്തിൽ പഴയ ഈസ്റ്റ് നിയോജക മണ്ഡലം എടുത്ത് നോക്കുന്ന സമയത്തും BJPയുടെ ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJPയുടെ ശക്തി അന്ന് ഇന്നും ഒക്കെ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ ബലം ശക്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. തിരുവനന്തപുരം നഗരത്തിലെ ആകെ 864 ബൂത്തുകളുണ്ട്. ആ 864 ബൂത്തിൽ 856 ബൂത്തുകളിലും BJPക്ക് ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. ഇവിടെ റഹീം സൂചിപ്പിക്കും പോലെ ഒരു വീട്ടിലെ 10,000 രൂപ കൊടുത്ത് വോട്ട് വാങ്ങേണ്ട ഗതികേടൊന്നും BJPക്കില്ല എന്നുള്ളത് റഹീം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പറയുന്നത് നിയമനിയോജക മണ്ഡലത്തിൽ ആകമാനം പണമൊഴുക്കി രാജീവ് ചന്ദ്രശേഖർ വോട്ട് നേടുന്നു എന്നതാണ്. ഇതെല്ലാം പറയാൻ കാരണം എന്താണ്? ഇതൊക്കെ ശിവൻകുട്ടിക്കും റഹീമിനും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് പ്രതികൂലമാണ് എന്നുള്ളത് നിശ്ചയിച്ചുകൊണ്ട് അഡ്വാൻസ് ജാമ്യം എടുക്കുന്നു എന്നുള്ളതാണ് BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ മറുപടി. അല്ലാതെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിട്ടിയാക്കരുത്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ശിവൻകുട്ടി ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെക്കുറിച്ച് ശിവൻകുട്ടിക്ക് അറിയില്ലേ? റഹീമിന് അറിയില്ല. റഹീം തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ കൂടുതൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ശിവൻകുട്ടിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഇവിടുത്തെ ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്ക്, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെല്ലാം പണം വാങ്ങിയും മദ്യം കഴിച്ചുമാണ് വോട്ട് കൊടുക്കുന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങളെ അവഹേളിക്കുന്നു. പ്രത്യേകിച്ചും നിയമനിയോജക മണ്ഡലത്തിലെ തന്നെ ജയിപ്പിച്ചു വിട്ട നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ അപമാനപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം വാക്കുകൾ ശിവൻകുട്ടി നിർത്തണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. BJP ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ്. BJP തിരുവനന്തപുരം നഗരത്തിലെ 4 നിയോജക മണ്ഡലങ്ങളിലും BJP ജയിക്കുമെന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് അതിന് വസ്തുത ഉണ്ട്.
അടിസ്ഥാനമുണ്ട്, ഞങ്ങൾ പറയുന്നതിൽ അടിസ്ഥാനമുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം മാധ്യമങ്ങളോട് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ വരുമെന്നുള്ളത്. ഞങ്ങൾ 50 കൗൺസിലർമാരെ ജയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു. കഴിഞ്ഞ കാലങ്ങൾക്കും 35 പേര് 2015-ലും 2020-ലും ഞങ്ങൾ കൗൺസിലർമാരെ സൃഷ്ടിച്ചെടുത്തു. നിയമനിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ 22 വാർഡുകളിൽ 17 സ്ഥലത്ത് BJP കൗൺസിലർമാരാണ് എന്നുള്ളത് ശിവൻകുട്ടി മറന്നുപോയോ? അപ്പൊ ഈ നിയമനിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ജയിക്കാൻ ഇത്തരത്തിലുള്ള പണമോ മദ്യമോ ഒഴുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് ഇവിടെ തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പരാജയം ഉണ്ടാകുന്ന സമയത്ത് എങ്കിൽ പിന്നെ ശിവൻകുട്ടി ജയിച്ചത് എങ്ങനെയാണോ? ഇങ്ങനെയാണോ ജയിച്ചത്? നിയമനിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ട് ജയിച്ചത് ഇങ്ങനെയാണോ? ഇത് പറയാൻ ശിവൻകുട്ടിക്ക് അവകാശമില്ല, റഹീമിന് അവകാശമില്ല. കാരണം ഇവർ CPMന്റെ വലിയ പരാജയം അവർക്ക് മണക്കുന്നുണ്ട്. നിയമനിയോജക മണ്ഡലത്തിൽ ഇന്നൊരു കണക്ക് വന്നു. ഇന്ന് ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം 58,000 വോട്ട് നേടുമെന്നാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ് ശിവൻകുട്ടിയെ. 45,000-ന് പുറത്ത് വോട്ട് പിടിക്കാൻ ശിവൻകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വെല്ലുവിളിക്കുകയാണ്. 45,000-ന് വോട്ട് പിടിക്കാൻ ശിവൻകുട്ടിക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ 65,000-ന് പുറത്ത് വോട്ട് നേടി വൻപിച്ച ഭൂരിപക്ഷത്തോടെ നിയമനിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. നിയമനിയോജക മണ്ഡലത്തിലെ BJPയുടെ സംഘടനാ ശക്തിയും BJPയുടെ ജനങ്ങളുടെ പിന്തുണയും രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് പാതയൊരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാധ്യമ സുഹൃത്തുക്കളടക്കം പൊതുസമൂഹം അടക്കം സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ ഇതിനെയൊക്കെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി ഇനി നാളെ പരാജയപ്പെട്ടാൽ, പരാജയമുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചത് മദ്യമൊഴുക്കിയും പണമൊഴുക്കിയതാണ് എന്നുള്ളതിന് അഡ്വാൻസ് ജാമ്യം എന്നുള്ള തരത്തെ BJP ഇത് കാണുന്നുള്ളൂ. ഇത് ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. നിങ്ങൾ ഈ മദ്യം പിടികൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിവിടെ BJPയെ സംബന്ധിച്ച് ഞാൻ കുറച്ച് പറയുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് നേടാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ മദ്യമോ പണത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കത് ആവശ്യമില്ല. 1987 ശ്രീ കുമ്മനം രാജശേഖരൻ അന്നത്തെ ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ, അത് ഇന്നത്തെ നിയമത്തിൻ്റെ പകുതിയും ഇന്നത്തെ തിരുവനന്തപുരം സെൻറ്ററിൻ്റെയും പകുതിയും കൂടെ ചേർന്നതാണ്. അന്ന് ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തി. അന്ന് ഹിന്ദുമുന്നണി തെങ്ങടയാളത്തിൽ മത്സരിച്ചു കുമ്മനം രാജശേഖരൻ. അത് മുതൽ നോക്കുന്ന സമയത്ത് ഈ നഗരത്തിൽ, ഈ തിരുവനന്തപുരം നഗരത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് നിയമനിയോജക മണ്ഡലത്തിൽ. എങ്കിൽ പിന്നെ ഞാൻ കേട്ടെ, ഇപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJP നേടിയത് ഇങ്ങനെയാണോ? ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 22 വാർഡിൽ 17 പേര് വൻപിച്ച ഭൂരിപക്ഷത്തോടെ കൗൺസിലർമാരായത് ഇങ്ങനെയാണോ? ഇത് വെറുതെ ചുമ്മാ ഈ മദ്യത്തിൻ്റെയും പണത്തിൻ്റെയും പേര് പറഞ്ഞൊന്നും BJPയുടെ വിജയത്തെ കുറച്ച് കാണാൻ ശ്രമിക്കേണ്ട. BJPയുടെ വിജയത്തെ കുറച്ച് കാണാനും അത് ഞങ്ങൾ പരാജയപ്പെട്ടത് ഇന്ന കാരണങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ആദ്യത്തെ, അല്ലെങ്കിൽ ഇത്രയും കാലം ഇല്ല തിരഞ്ഞെടുപ്പിനില്ലാത്ത ഒരു രീതിയിലുള്ള ആവശ്യമില്ലാത്ത ആരോപണങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു പദവി ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ നിരന്തരം ഇങ്ങനെ ജൽപ്പനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകെ ടെൻഷനാണ്. പരാജയപ്പെട്ട് 100% ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണല്ലോ ടെൻഷൻ വരുന്നത്. ഞങ്ങൾക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. മേടമുക്കിലും ബൂത്ത് ഓഫീസിൽ നിന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. BJP മദ്യം ഒഴുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. നിയമനിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പൂർണ്ണമായിട്ടും ഭൂരിപക്ഷം ജനങ്ങളും രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വികസന നായകനെ ജയിപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് കൃത്യമായി സഫലീകരിക്കും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞാൻ ജയിക്കും. ഉറപ്പായിട്ടും തിരുവനന്തപുരം സെൻട്രലിൽ NDA സ്ഥാനാർത്ഥി ജയിക്കും. തീരദേശത്തെ ജനങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നേരത്തെ മനസ്സിലാക്കിയ ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ കൂടുതൽ താഴോട്ട് ഇറങ്ങിയ സമയത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാരുടെ കരച്ചിലും അവരുടെ പരിഭവവും പരാതിയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു പോയവർ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ പറഞ്ഞ വാചകം ഇതാണ്: കൈകൂപ്പി ഞങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞ് MLA മാരായി കഴിഞ്ഞാൽ
കാറിൽ ഇരുന്ന് ഗ്ലാസ് താത്തൊന്ന് കൈ കാണിക്കാൻ പോലും തയ്യാറാകാത്ത MLA-മാരെ കണ്ടവരാണ് ഞങ്ങൾ. നിങ്ങളും അങ്ങനെ ആകുമോ എന്നാണ് ചോദിക്കും. അവിടെ ആശുപത്രി പ്രശ്നം പരിഹരിച്ചിട്ടില്ല, നിരവധി പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രലിൽ NDA MLA എന്ന നിലയിൽ തിരുവനന്തപുരത്ത് സിറ്റിയിലെ MLA-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതോടൊപ്പം തീരദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയും ഓഫീസ് തീരദേശത്തും കേന്ദ്രീകരിച്ച് MLA ഓഫീസ് ഉണ്ടാവും. അതാണ് അങ്ങനെ പറഞ്ഞത്. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. വെല്ലുവിളിയൊന്നുമില്ല. ഞങ്ങൾക്ക് 100% BJP തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന് മാത്രമല്ല, തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും BJP വോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വരെ BJPക്ക് വോട്ട് ചെയ്യാത്ത പല വിഭാഗം ജനങ്ങൾ, പല ആൾക്കാരും ഇത്തവണ BJP വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ തന്നെ പറയുന്നവരുണ്ട്. വലിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ BJPക്ക് ഞങ്ങളൊന്നും ഒരു കാലത്ത് പ്രതികൂലമായ ജനവിഭാഗങ്ങൾ, പ്രദേശങ്ങൾ, അവിടെയൊക്കെ BJPക്ക് ശക്തമായിട്ട് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, ശക്തമായിട്ട് വോട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയിക്കുമെന്ന് പറയുന്നത്. തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ 2014 ശ്രീ O രാജഗോപാൽ 2500 വോട്ടിന് ലീഡ് ചെയ്തില്ലേ? ഇതൊന്നും സംഭവിക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ, സംഭവിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ ഒരു മതേതരത്വം പറഞ്ഞ് ഈ മത്സരരംഗത്ത് വരുമ്പോൾ മതേതരത്വം പറയുന്ന ഒരു രീതി ഒന്നുമല്ല ഞങ്ങളുടെ രീതി. ഞങ്ങൾ അന്ന് പറയുന്നത് ഇന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പറയുന്ന സമയത്തും ഞങ്ങൾ ഒരേ രീതിയാണ്. അല്ലാതെ ഈ കുറി ഇവിടെ തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെ കുറിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ ഇല്ലാത്ത പള്ളികളിലും ഒക്കെ കയറി ഇറങ്ങുന്ന ഒരു മതേതരത്വം പറയുന്ന ഒരു ഏർപ്പാടൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. ഞങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറയും, കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. ജനങ്ങളെ എങ്ങനെ വികസനത്തിൻ്റെ പാതയിൽ ഈ നാടിനെ കൊണ്ടുപോകാൻ കഴിയുമോ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതനുസരിച്ച് ജനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ 4 സീറ്റിലും 4 നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ ചെയ്യും. അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിന് മറുപടി ഞാൻ പറയുകയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് വോട്ടുണ്ടാക്കി ഞാൻ ഇത്ര വോട്ട് പിടിക്കും, BJP ഇത്ര വോട്ട് പിടിക്കും എന്നുള്ളതല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം തെറ്റും. അദ്ദേഹം 2016 ഉണ്ടായിട്ടുള്ള പരാജയം, അതുപോലെ പരാജയം തന്നെ അദ്ദേഹത്തിന് സംഭവിക്കും. 22,000 വോട്ടിൻ്റെ ലീഡാണ് 2024 ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതിന് പുറത്ത് ലീഡ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഫലം കഴിയുമ്പോൾ നിയമനിയോജക മണ്ഡലത്തിലുണ്ടാകും. റഹീം ആവശ്യമില്ലാതെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കാൻ നോക്കും. അതിനുവേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും ഇറങ്ങി, ഞാൻ 2 ദിവസമായി വെയിറ്റ് ചെയ്യാം, ഇങ്ങനെ ഓരോ ദിവസവും ഇറങ്ങി BJPക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി, അത് ഇവിടുത്തെ ജനങ്ങളെ, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ അവഹേളിക്കുന്നു. നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ജനങ്ങളെ, വോട്ടർമാരെ അവഹേളിക്കുന്ന, അവമാനിക്കുന്ന തരത്തിലേക്കാണ് CPM അധംപതിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ അധംപതനം ഇനി ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസം ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് പറയുന്നു. ഞങ്ങൾ വികസനത്തിൻ്റെ പാതയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. തിരുവനന്തപുരത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വികസനങ്ങൾ സാധ്യമാകും. കോർപ്പറേഷൻ ഭരണ സംവിധാനം, അതോടെ MLA-മാരും കേന്ദ്ര സർക്കാരും ട്രിപ്പിൾ എഞ്ചിൻ സംവിധാനം, ആ സംവിധാനം തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് വലിയ വികസനത്തിൻ്റെ തേരോട്ടമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു ഭരണ സംവിധാനം ഇവിടെ പ്രാവർത്തികമാക്കും. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഇടപെടലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഈ നഗരത്തിലാകെ ഉണ്ടാകും. കോർപ്പറേഷൻ മേയർ അടക്കം ഒരു വലിയൊരു ഭരണ സംവിധാനം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തിരുവനന്തപുരത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റുക എന്ന ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് ശക്തമായ മറുപടി ന്യൂനപക്ഷങ്ങളുടെ ജനങ്ങളിൽ തന്നെ മെയ് 4-ാം തീയതി അറിയാം. ആ പ്രദേശത്തെ വോട്ടെണ്ണുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടത്. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പ്രതീക്ഷ പ്രത്യാശ എന്ന് പറയുന്ന വലിയതുറയിലെ ഫ്ലാറ്റിൽ, മത്സ്യത്തൊഴിലാളികളുടെ ഫ്ലാറ്റിൽ ഞാൻ വോട്ടർമാരെ കാണാൻ പോയപ്പോൾ അവിടെ ഇതുപോലൊരു ആരോപണം കൊണ്ടുവന്നു. ഇവിടെ പോലീസിനെ വിളിച്ചു വരുത്തി. അവിടെ സ്ഥാനാർത്ഥി സാരി കൊണ്ട് വീട്ടിൽ കൊടുക്കുന്നു. പക്ഷെ അവിടെ പോലീസ് വന്നപ്പോഴും അവിടുത്തെ കൗൺസിലർ, കോൺഗ്രസിൻ്റെ കൗൺസിലർ വന്ന് ഇത് ആരോപണം പറഞ്ഞപ്പോഴും എതിർത്തത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സഹോദരിമാരാണ്.
BJP-ക്കാർ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് ചോദിച്ചത്. ആരോ 1-2 മാധ്യമങ്ങളോട് കൊണ്ടായിരുന്നു. BJP-ക്കാർ വന്നതിന് എന്താ പ്രശ്നം ഈ ഫ്ലാറ്റിൽ എന്നാ ചോദിച്ചാൽ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം തീരദേശ മേഖലയിലൊക്കെ BJP-ക്ക് ശക്തി പ്രാപിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകരും ഒക്കെ വളർന്നു വരികയാണ്. ഞങ്ങൾ അവിടെ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച വെട്ടുകാടിലെ ഹിൽഡയും വലിയതുള്ള ജയറാണിൽ വിൽഫ്രഡും സിന്ധു മേരിയൊക്കെ ഇന്ന് BJP-യുടെ നേതാക്കന്മാരായി അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസം അതാണ്. നേമത്തെ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേമത്തെ സംഘടനാ ശക്തിയും ജനപിന്തുണയും എത്രത്തോളം നേമ നിയോജക മണ്ഡലത്തിലുണ്ടെന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് BJP-ക്ക് സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ് നേമം. അതുകൊണ്ട് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന റഹീമും ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടിയും ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഇനി പറയാൻ നിൽക്കരുത്, നിങ്ങൾ നാണം കെടും. പറഞ്ഞാൽ മാക്സിമം മെയ് 3 വരെ. 4-ാം തീയതി കഴിയുമ്പം ആൾക്കാരെ ഫേസ് ചെയ്യേണ്ട ആൾക്കാരാണ്, പൊതുപ്രവർത്തകരാണ് നമ്മൾ. അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്.